അടുത്ത നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിലോട്ട് നമ്മൾ പോവുകയാണ്. അതിന്റെ പേര് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്. എന്താണ് വിളിക്കാവുന്ന? പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അതുപോലെ എന്താണ് ക്യുമുലേറ്റീവ് ഓർ ആഡിറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് ഇതെല്ലാം ഒരേ സംഗതിയുടെ തന്നെ പല പേരുകളാണ്. എന്തൊക്കെയാണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് അഥവാ ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ്, ആഡിറ്റീവ് ഇൻഹെറിറ്റൻസ്, ബയോമെട്രിക് ജനറ്റിക്സ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട പേരുകളാണ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് ഈ മൂന്ന് വാക്കുകളിൽ തന്നെ അതിന്റെ ഒരു സ്വഭാവം പ്രകടമാണ്. അത് ഓരോന്നായി നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. ഇനി അതിനു മുൻപ് മെന്റൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് ഒരു ഓർഗാനിസത്തിൽ ഒരു പെയർ ഫാക്ടേഴ്സ് ആണ്. ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ എ ക്യാരക്ടർ ഈസ് റെഗുലേറ്റഡ് ബൈ എ പെയർ ഓഫ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആൻഡ് ദാറ്റ് പെയർ ഓഫ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ക്യാൻ ബി ടേംഡ് ആസ് ഫാക്ടേഴ്സ് ഓർ ജീൻസ്. അല്ലേ? ഒരു സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത് ഒരു പെയർ ഫാക്ടേഴ്സ് ആണ്. എന്നാൽ ചില സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നത് ഒരു പെയർ ഫാക്ടേഴ്സിൽ കൂടുതലായിരിക്കാം. 2 പേർ 3 പേർ അങ്ങനെ വരാം. ഇപ്പം 3 പേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. മെന്റൽ പറഞ്ഞത് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് ഒരു പെയർ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ്. എന്നാൽ പോളിജീനിക് ഇൻഹെറിറ്റൻസിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത് ഒരു പെയർ ഫാക്ടേഴ്സിന്റെ സ്വാധീനത്തിലല്ല, ഒന്നിലേറെ പെയർസ് ഓഫ് ഫാക്ടേഴ്സിന്റെ സ്വാധീനത്തിലാണ്. അതുകൊണ്ടാണ് ഒന്നിലേറെ അല്ലെങ്കിൽ മോർ ദാൻ വൺ, മെനി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതിനെ എന്ന് വിളിക്കുന്നത് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പോളി മീൻസ് എന്താ? മെനി എന്നുള്ളതാണ്. മെന്റേലിയൻ കൺസെപ്റ്റില് ഒരു സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത് ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. എന്നാൽ പോളിജീനിക് ഇൻഹെറിറ്റൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആ ഒരു പ്രത്യേക സ്വഭാവത്തെ നിർണ്ണയിക്കാനായി ഒന്നിലേറെ പെയർസ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ആ ഫാക്ടേഴ്സ് കാണപ്പെടുന്നത് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഡിഫറെന്റ് ലോക്കസുകളിലായിട്ടായിരിക്കാം. ഇങ്ങനെയാണ് കാണപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും? ഒരു അലീൽസ് ആയിരിക്കാം. ഇവിടെയുള്ള 2 ഫാക്ടേഴ്സും സപ്പോസ് ഇവിടെയുള്ള 2 ഫാക്ടേഴ്സും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ എക്സ്പ്രഷനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് പോളിജീനിക് ആണ്. സോ മോർ ദാൻ വൺ പെയർസ് ഓഫ് ഫാക്ടേഴ്സ് പറഞ്ഞു. ആ മോർ ദാൻ വൺ പെയർസ് ഓഫ് ഫാക്ടേഴ്സ് അവിടെ കാണപ്പെടാം? ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഡിഫറെന്റ് ലോക്കസുകളിൽ കാണപ്പെടാം. ഇതെന്താണ്? അലീൽസിന്റെ ലോക്കസ് ആണ്, സെയിം ലോക്കസ് ആണ്. ഇത് മറ്റൊരു അലീൽസിന്റെ ലോക്കസ് ആണ്. സപ്പോസ് ഇത് ക്യാപിറ്റൽ പി ആൻഡ് സ്മോൾ പി ആണെന്നിരിക്കട്ടെ, ഇത് ക്യാപിറ്റൽ ക്യൂ ആൻഡ് സ്മോൾ ക്യൂ ആണെന്നിരിക്കട്ടെ. ഈ 2 പെയർ ഓഫ് ഫാക്ടേഴ്സും കൂടെ ചേർന്ന് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുകയാണെങ്കിൽ അത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആയിരിക്കാം. ഇനി അതല്ല, ഡിഫറെന്റ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ പൊസിഷൻസ് ഡിഫറെന്റ് ലോക്കസുകളിൽ കാണപ്പെടുന്ന ഫാക്ടേഴ്സ് ചേർന്നിട്ട് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കാം. സപ്പോസ് ഇവിടെയുള്ള ക്യാപിറ്റൽ പി സ്മോൾ പിയും, മറ്റൊരു ഉദാഹരണം പറയണം, ഇവിടെയുള്ള ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ക്യൂവും ഇവിടെയുള്ള ക്യാപിറ്റൽ എസും സ്മോൾ എസും കൂടെ ചേർന്നിട്ട് ഇവർ 3 പേഴ്സും കൂടെ ചേർന്നിട്ട് പൊതുവായിട്ടൊരു സ്വഭാവത്തിന്റെ പ്രകടനത്തിനെയാണ്, ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷനെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അതും പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. മനസ്സിലായില്ലേ? ഒന്നിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ആ ഒന്നിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഡിഫറെന്റ് ലോക്കസുകളിൽ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് പേഴ്സ് ഓഫ് ക്രോമസോംസിൽ കാണപ്പെടുന്നവരായിരിക്കാം. ഈ രണ്ടും ഏതാണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. അവിടെ ഒരേ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുള്ളൂ, ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതെങ്കിൽ അത് മെന്റേലിയൻ കൺസെപ്റ്റ് ആണ്. ഒന്നിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ആ ഒന്നിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഡിഫറെന്റ് ലോക്കസുകളിൽ ഉള്ളവയാകാം, അല്ലെങ്കിൽ എന്താണ്? ഡിഫറെന്റ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഡിഫറെന്റ് ലോക്കസുകളിൽ കാണപ്പെടുന്നവയായിരിക്കാം. പറഞ്ഞ കാര്യം ക്ലിയറായില്ലേ? അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. ഇനി അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കറിയാം, ഒരു ജീൻ അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ്, അല്ലെ? ഓരോ ജീനും അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പ്രൊഡക്ഷനിലൂടെയാണ്. ഇവിടെ നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻസ്, ഒരു പേരല്ല, ഒന്നിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് അല്ലേ ഉള്ളൂ. നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻസ് കൂടുന്നതനുസരിച്ച് ആ ജീൻസ് ഉത്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഏത് പ്രോട്ടീന്റെ ഉത്പാദനത്തിനെയാണോ റെഗുലേറ്റ് ചെയ്യുന്നത്, ആ പ്രോട്ടീന്റെ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർധനം ഉണ്ടാകുന്നുണ്ട്, ക്വാണ്ടിറ്റിയിൽ വർധനം ഉണ്ടാകുന്നുണ്ട്. ഒരു ജീൻ അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രോട്ടീനെ
പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ അഥവാ പ്രോട്ടീൻ സിന്തസിസ് ഈ പറയുന്ന മോളിക്കുലാർ ബയോളജി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് പറയുന്നു. ഓരോ ജീനും അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ഒരു പ്രത്യേക പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒന്നിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ചേർന്ന് ഒരു പ്രത്യേക സ്വഭാവത്തെ നിർണ്ണയിക്കുമ്പോൾ ആ ഡിഫറെന്റ് പേഴ്സ് ഓഫ് ഫാക്ടേഴ്സിലുള്ള ഡോമിനന്റ് ജീൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അവയെ ഉൽപ്പാദിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവർ റെഗുലേറ്റ് ചെയ്യേണ്ട പ്രോട്ടീന്റെ അളവിൽ എന്താണ് വർധനവുണ്ടാകുന്നു, ക്വാണ്ടിറ്റിയിൽ എന്താണ് വർധനവുണ്ടാകുന്നുണ്ട്. ആ പ്രോട്ടീന്റെ അളവിൽ വർധനവുണ്ടാകുന്നതനുസരിച്ച് ആ ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ, അതിന്റെ ഇന്റൻസിറ്റി അതിലും എന്താണ് വർധനവുണ്ടാകുന്നുണ്ട്. പറയുന്ന കാര്യം ക്ലിയർ ആയില്ലേ? സോ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻ the quantity of protein increases. അല്ലേ? Depending on the quantity of protein, the expressivity or the intensity of expression of that particular character also show an increase. അങ്ങനെ ക്വാണ്ടിറ്റിയെ സ്വാധീനിക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. ഇതിന്റെ ഒരു ഉദാഹരണം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് വ്യക്തമാവും. ഇനി ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് ഉള്ളതിനെ വിളിക്കാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡോമിനന്റ് ജീനിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എക്സ്പ്രഷനിൽ എന്താണ് ഒരു ആഡിറ്റീവ് ഇഫക്റ്റ് ആണുള്ളത്, ഒരു വർധനവാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാവുന്നത്? ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിക്കുന്നത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് അഥവാ ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് നമ്മൾ വിളിക്കുന്നത്? മെന്റലിയൻ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലോക്കസുകളിൽ കാണപ്പെടുന്ന ഒരു പെയർ ഫാക്ടേഴ്സ് ആണ്. എന്നാൽ പോളിജീനിക് ഇൻഹെറിറ്റൻസിൽ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് രണ്ടോ അതിലധികമോ പേഴ്സ് ആയിരിക്കും. ജനറലി 3 പേഴ്സ് എങ്കിലും കാണപ്പെടുന്നുണ്ട്. 3 പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിലേറെ പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും ഈ പറയുന്ന ക്യാരക്ടറിന്റെ എക്സ്പ്രഷനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ മെനി പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അതേ ഇൻഹെറിറ്റൻസിനെ നമുക്ക് മറ്റു ചില പേരുകളിൽ കൂടെ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നോ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നോ വിളിക്കാം. ഓരോ ജീനും അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയാണ്. പോളിജീനിക് ഇൻഹെറിറ്റൻസിൽ ഒന്നിലധികം പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻസ് കൂടുന്നതനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീന്റെ അളവിൽ വർധനവുണ്ടാകുന്നു. അതിനനുസരിച്ച് അവിടെ എന്താണ് ക്യാരക്ടറിന്റെ എക്സ്പ്രഷന്റെ ഇന്റൻസിറ്റിയിലും വർധനവുണ്ടാകുന്നു. ഇതിനെ നമ്മൾ ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ്. നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻസ് കൂടുന്നതനുസരിച്ച് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്, ഒരു ആഡിറ്റീവ് ഇഫക്റ്റ് ഉണ്ട് ക്യാരക്ടറിന്റെ എക്സ്പ്രഷനിൽ. പറയുന്ന കാര്യം വ്യക്തമായില്ലേ? നമുക്ക് പഠിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ത്വക്കിന്, നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന പ്രോട്ടീൻ പിഗ്മെന്റ് ഏതാണ്? മെലാനിൻ ആണ്. മെലാനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അല്ലേ? ആ മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്ന 3 ഡോമിനന്റ് ജീൻസ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, capital A, capital B, capital C, and their recessive alleles. ഇതാണ് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. അങ്ങനെ ഒരു എത്ര പേഴ്സ് ഓഫ് ജീൻസ് ഉണ്ട്? 3 പേഴ്സ് ഓഫ് ജീൻസ് ഇല്ലേ? ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, and their recessive alleles, respective recessive alleles, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. ഈ 3 പേഴ്സ് ഓഫ് ജീൻസും കൂടെ ചേർന്നിട്ടാണ് മനുഷ്യനിലെ മെലാനിന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാനിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ വേരിയേഷൻ അനുസരിച്ചാണ് സ്കിൻ കളറേഷൻ പലതരത്തിലാകുന്നത്. പറഞ്ഞ ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻ കൂടുന്നതനുസരിച്ച് മെലാനിന്റെ അളവ് വർദ്ധിക്കുന്നു. മെലാനിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ആള് കൂടുതൽ ഡാർക്ക് ആയി മാറും. മനസ്സിലായല്ലോ? അപ്പൊ 3 പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. ഏതാണ് ഇവിടെ? സ്കിൻ കളറേഷൻ ആണ്. സ്കിൻ കളറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്? മെലാനിൻ ആണ്. ആ മെലാനിൻ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ആൻഡ് their respective alleles, സ്മോൾ എ, സ്മോൾ ബി ആൻഡ് സ്മോൾ സി. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ പഠിക്കാൻ? ഇനി നമ്മൾ ഈ പറയുന്ന ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവാം. 3 പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് പറഞ്ഞപ്പോൾ എന്താണ്? 6 ഫാക്ടേഴ്സ് ആണ്. 3 പേഴ്സ് 6 ഡോമിനന്റ് ജീൻസ് ആണെന്നുണ്ടെങ്കിൽ, എല്ലാം ഡോമിനന്റ് ജീൻസ് ആണെങ്കിൽ അയാൾ മാക്സിമം മെലാനിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. മാക്സിമം മെലാനിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അയാൾ എന്താണ്? ബ്ലാക്ക് അല്ലെങ്കിൽ നീഗ്രോ ആയിരിക്കും. 6 ഡോമിനന്റ് ജീൻ ആണെന്നുണ്ടെങ്കിൽ. പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? 6 റിസസീവ് ജീൻസ് ആണെന്നുണ്ടെങ്കിൽ മെലാനിൻ ലീസ്റ്റ് പ്രൊഡക്ഷൻ ആയിരിക്കും. അപ്പോൾ അയാൾ എന്തായിരിക്കും? വൈറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ആയിരിക്കും. വൈറ്റ് ഓർ യൂറോപ്യൻ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? 6 റിസസീവ് ജീൻ ആണെങ്കിൽ.
നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻസ് കൂടുന്നതനുസരിച്ച് മെലാനിന്റെ അളവിൽ വർധന ഉണ്ടാകുന്നു, സ്കിൻ കളറിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നതല്ല നമ്മൾ പറഞ്ഞേ. അപ്പൊ 6 റിസസീവ് ജീൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും, ലീസ്റ്റ് പ്രൊഡക്ഷൻ ആയിരിക്കും. സപ്പോസ് ഇവിടെ ഒരു എന്താ 6ന്റെ പ്രത്യേകത? 3 pairs of factors നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ആൻഡ് അലീൽ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. 6 പെയർ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. 6 റിസസീവ് ആണെങ്കിൽ മെലാനിൻ ലീസ്റ്റ് പ്രൊഡക്ഷൻ ആണ് നടക്കുക. അപ്പൊ അയാൾ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. ഒരു ഡോമിനന്റ് ജീനും 5 റിസസീവ് ജീൻസും ആണെങ്കിൽ, 1 ഡോമിനന്റ് ജീൻ ആൻഡ് 5 റിസസീവ് ജീൻസ് ആണെങ്കിൽ അയാൾ മെലാനിന്റെ അളവ് എന്തായിരിക്കും? ലേശം കൂടുതലായിരിക്കും, ഇയാളേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയായിരിക്കില്ലേ? മെലാനിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ വർദ്ധിക്കും. ദെൻ 2 ഡോമിനന്റ് ജീൻസും ഏതെങ്കിലും മതി, എ ബി സി ഏതെങ്കിലും മതി. 2 ഡോമിനന്റ് ജീനും 4 റിസസീവ് ജീനും ആണെങ്കിൽ എന്തായിരിക്കും? എഗെയിൻ മെലാനിന്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ടാവും? വർദ്ധിക്കുന്നുണ്ട്. വർദ്ധിക്കുന്നില്ലേ? 3 ഡോമിനന്റ് ജീനും 3 റിസസീവ് ജീനും ആണെങ്കിലോ മെലാനിന്റെ അളവ് പിന്നെയും കൂടും. 4 ഡോമിനന്റ് ജീനും 2 റിസസീവ് ജീൻ ആണെങ്കിൽ പിന്നെയും കൂടും. ദെൻ 5 ഡോമിനന്റ് ജീനും 1 റിസസീവ് ജീൻ ആണെങ്കിൽ പിന്നെയും വർദ്ധിക്കുന്നു മെലാനിന്റെ അളവ്. 6 ഡോമിനന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ബ്ലാക്ക് ആകുന്നു. പറയുന്ന കാര്യം ക്ലിയർ ആയില്ലേ? സോ വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് dominant gene, there is an increase in the production of melanin and thereby the expression of that particular character. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഡിഫറെന്റ് കളറേഷൻ, ഗ്രഡേഷൻ ഓഫ് കളറേഷനെ നമുക്ക് പല പല പേരുകളിലൊന്ന് മനസ്സിലാക്കാനായിട്ട് കൊടുക്കാം. 3 ഡോമിനന്റും 3 റിസസീവ് ആയിരിക്കും എന്തായിരിക്കും? ആവറേജ് കളറേഷൻ ആണ് അല്ലെ? ആവറേജ് കളറേഷൻ ഉള്ള ഇൻഡിവിജ്വൽസ് നമ്മൾ വിളിക്കുന്ന മുലാറ്റോസ് എന്നാണ്. എന്താണ് വിളിക്കുക? മുലാറ്റോസ്. ആവറേജ് കളറേഷൻ. 6 ഡോമിനന്റ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബ്ലാക്ക് എന്ന് വിളിച്ചു. 6 റിസസീവ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ഡോമിനന്റ് ജീന്റെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് മെലാനിന്റെ അളവ് വർദ്ധിക്കുന്നത്. 6 റിസസീവ് ആണെങ്കിൽ എന്തായിരിക്കും? ലീസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ആയിരിക്കും. അപ്പോൾ അയാൾ എന്തായിരിക്കും? വൈറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ആയിരിക്കും. ദെൻ ഒരു ഡോമിനന്റ് ജീനും 5 റിസസീവ് ജീൻ ആണെങ്കിൽ അതിന്റെ അളവ് കൂടുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെ 6 ഡോമിനന്റ് ആണെങ്കിൽ ബ്ലാക്ക് ആണ്. ദെൻ 5 ഡോമിനന്റ് ജീനും 1 റിസസീവ് ജീനും ആണെങ്കിൽ എന്തായിരിക്കും? ഇത്രയും മെലാനിൻ ഉണ്ടാവുമോ? അതിനേക്കാൾ കുറവായിരിക്കും. നമുക്ക് എന്ന് വിളിക്കാം? ഡാർക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്താണ് വിളിക്കാണ്? ഡാർക്ക്. ഇയാൾ ബ്ലാക്ക് ആണ്, നീഗ്രോ ആണ്, അതിനേക്കാൾ മെലാനിന്റെ അളവ് കുറവാണ്. നമുക്ക് എന്ത് പേര് കൊടുക്കാം? ഡാർക്ക് എന്ന് കൊടുക്കാം. 4 ഡോമിനന്റ് ജീനും 2 റിസസീവ് ജീൻ ആണെങ്കിൽ ഇതിനേക്കാൾ അളവ് കുറയും. കുറയില്ലേ? അങ്ങനെ കുറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് ഫെയർലി ഡാർക്ക് എന്നാണ് വിളിക്കാം. എന്താണ് വിളിക്കാവുന്നത്? ഫെയർലി ഡാർക്ക് എന്നാണ് വിളിക്കാം. ദെൻ ഇവിടെ എന്താണ്? 3 ഡോമിനന്റ് ജീനും 3 റിസസീവ് ജീനും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിച്ചു? മുലാറ്റോസ് എന്ന് വിളിച്ചു. എന്താണ് വിളിക്കാവുന്നത്? മുലാറ്റോസ് എന്ന് വിളിച്ചു. 2 ഡോമിനന്റ് ജീനും 4 റിസസീവ് ജീനും ആണെങ്കിൽ നമുക്ക് അയാളെ ഫെയർലി ലൈറ്റ് എന്ന് വിളിക്കാം. ഫെയർലി ലൈറ്റ് എന്ന് വിളിക്കാം. 1 ഡോമിനന്റ് ജീനും 5 റിസസീവ് ജീനും ആണെങ്കിൽ നമുക്ക് അയാളെ ലൈറ്റ് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കാം. ലൈറ്റ് വൈറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദെൻ 6 റിസസീവ് ആണെങ്കിൽ എന്തായിരിക്കും? വൈറ്റ്. പേരുകൾ കൊടുത്തിരിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? എന്താ നമ്മൾ പറഞ്ഞേ? നമ്പർ ഓഫ് ഡോമിനന്റ് ജീൻ കൂടുന്നതനുസരിച്ച് മെലാനിന്റെ ഉത്പാദനം വർദ്ധിക്കുന്നു. നമ്മൾ താഴെ നോക്കുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയത് മുകളിൽ നിന്നാണ്. നമ്മൾ അസെൻഡിങ് ആയിട്ട് നോക്കുന്നു. 6 റിസസീവ് ജീൻ ആണ്. 6 റിസസീവ് ജീൻ എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട്. സ്മോൾ എ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ സി അല്ലേ? 6 റിസസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? വൈറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ആയിരിക്കും. കാരണം മെലാനിന്റെ ഉത്പാദനം ദ ലീസ്റ്റ് ആയിരിക്കും. 1 ഡോമിനന്റ് ജീനും 5 റിസസീവ് ജീനും. 1 ഡോമിനന്റ് ജീൻ എന്ന് പറയുമ്പോൾ പോസിബിലിറ്റീസ് പലതുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രം ഡോമിനന്റ് ആയാൽ മതി. ഒന്നെങ്കിൽ എന്തായിരിക്കും? ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ സി. 1 ഡോമിനന്റ് ജീനും ബാക്കിയുള്ള 5 എണ്ണം എന്തായിരിക്കും? റിസസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തായിരിക്കാം? ലൈറ്റ് ആയിരിക്കാം. 1 ഡോമിനന്റ് ജീന് വേറെ പോസിബിലിറ്റി ഇല്ലേ? സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ സി. ഇവിടെ 1 ഡോമിനന്റ് ജീനേ ഉള്ളൂ. അയാൾ എന്ത് തന്നെയായിരിക്കും? ലൈറ്റ് ആയിരിക്കും. വേറൊരു പോസിബിലിറ്റി എന്താണ്? സ്മോൾ എ, സ്മോൾ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി അല്ലേ? ഇവർ 3 പേർക്കും എന്തായിരിക്കും വരിക? ലൈറ്റ് കളറേഷൻ ആണ് വരിക. ഇയാളേക്കാൾ കുറച്ചും കൂടെ ഉണ്ട്. ഇനി 2 ഡോമിനന്റ് ജീനും 4 റിസസീവ് ജീനും. 2 ഡോമിനന്റ് ജീനും 4 റിസസീവ് ജീനും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മെലാനിന്റെ അളവ് കുറെ കൂടെ കൂടി. അപ്പം ഫെയർലി ലൈറ്റ് എന്ന് വേണം നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പോസിബിലിറ്റി? ജീനോട്ടെ 2 ഡോമിനന്റ് ജീൻ. ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ സി. ഇയാൾ എന്തായിരിക്കും? ഫെയർലി ലൈറ്റ് ആയിരിക്കും. വേറൊരു പോസിബിലിറ്റി ഏതാ? സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി. സെയിം ഇഫക്റ്റ് തന്നെയല്ലേ? ദെൻ അടുത്ത പോസിബിലിറ്റി ഏതാ? സ്മോൾ ബി, ക്യാപിറ്റൽ സി. അപ്പോൾ സെയിം ഇഫക്റ്റ് ആണ്. ഇത് 3 ഉള്ളോ? ഇനിയും പോസിബിലിറ്റീസ് ഉണ്ടല്ലേ? 2 ഏതെങ്കിലും 2 മതി. അപ്പൊ എങ്ങനെയായിരിക്കും വേറെ സാധ്യത? ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി. ഇവിടെ 2 ഡോമിനന്റ് ജീൻസ് ഒന്നില്ലേ? എണ്ണം മാത്രം നോക്കിയാൽ മതി. ഏത് എന്നുള്ളതിനോട് പ്രസക്തി ഇല്ല.
വേറെ പോസിബിലിറ്റി ഏതാണ് വരിക? സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി. ഇങ്ങനെ വന്നാൽ എന്ത് തന്നെയാണ്? രണ്ടെണ്ണം. ഇവ രണ്ടും എന്താണ്? ഡോമിനന്റ് ആണ്. അങ്ങനെ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ഫെയർലി ലൈറ്റ് ആയിരിക്കും. ഇനി 3 ഡോമിനന്റ് 3 റിസസീവ് വരുമ്പോൾ മെലാന്റെ അളവ് പിന്നെയും കൂടും. എന്തായിരിക്കും സാധ്യത? സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി. 3 ഡോമിനന്റ് ആണ്, 3 റിസസീവ് ആണ്. വേറെ ഏതാ സാധ്യത? വേറെ സാധ്യതയില്ലേ? ഉണ്ടോ? നോക്കാം നമുക്ക് അല്ലെ. ക്രോസ് വരച്ച് നോക്കുമ്പോൾ അറിയാം വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഏതെങ്കിലും 3 മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ സി സ്മോൾ സി. ഇത് 3 എന്താണ്? ഡോമിനന്റ് ആണ്. ഇത് 3 എന്താണ്? റിസസീവ് ആണ്. അപ്പോൾ എന്ത് തന്നെയാണ്? മുലാറ്റോ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ദെൻ അതിനേക്കാൾ ഉയർന്ന അളവിലായിരിക്കും മെലാന്റെ പ്രൊഡക്ഷൻ 4 ഡോമിനന്റ് ജീനും 2 റിസസീവ് ജീനും വരുമ്പോൾ. അപ്പോൾ എന്തായി? ഫെയർലി ഡാർക്ക് ആയി. 5 ഡോമിനന്റ് ജീൻ, ഒരു ഡോമിനന്റ് ജീനിന്റെ കൂടെ എണ്ണം കൂടി, അപ്പം പിന്നെ മെലാന്റെ അളവ് കൂടി. അപ്പൊ എന്തായിരിക്കും? ഡാർക്ക് ആവും. 6 ഡോമിനന്റ് ആവും. ബ്ലാക്ക് അല്ലെങ്കിൽ നീഗ്രോ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? നമ്മളൊന്ന് ക്രോസ് വരയ്ക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും ക്രോസ് എന്നുള്ള കാര്യം നോക്കാം. സപ്പോസ് എ നീഗ്രോ മാൻ മാരീസ് വൈറ്റ് ലേഡി. നീഗ്രോ മാൻ മാരീസ് എ വൈറ്റ് ലേഡി. നീഗ്രോ അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് നീഗ്രോ. വൈറ്റ് ലേഡി ആണ് മാരി ചെയ്തോണ്ടിരിക്കട്ടെ. നമ്മളൊരു എക്സാമ്പിൾ പരിഗണിക്കുകയാണ്. നീഗ്രോ മാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബ്ലാക്ക് മാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാക്സിമം മെലാനിൻ ആണ്. മാക്സിമം മെലാനിൻ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം എന്തായിരിക്കും? ഡോമിനന്റ് ജീൻസ് ആയിരിക്കണം. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി. അങ്ങനെയല്ലേ? വൈറ്റ് ലേഡി ആണ്. മെലാനിന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? ലീസ്റ്റ് ആണ്, ഏറ്റവും ചുരുങ്ങിയ അളവിലാണ്. അപ്പൊ എന്തായിരിക്കും? സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി. ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റിലെ കണ്ടീഷൻ എന്തായിരിക്കും? എയും ബിയും സിയും വേറെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഒരേ 2 എയിൽ ഒരേ ഉണ്ടായിരിക്കണം ഗമീറ്റിൽ, 2 ബിയിൽ ഒരു ബി ഉണ്ടായിരിക്കണം, 2 സിയിൽ ഒരു സി ഉണ്ടായിരിക്കണം. എ ബി സി ഒരുമിച്ച് അല്ലേ? ഓർമ്മയുണ്ടല്ലോ? ഇവിടെ വരുന്നത് എന്തായിരിക്കണം? സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ഒരുമിച്ച്. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താ പറയുക? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി. F1. പേരൻസ് ആണ്, ഇത് ഗമീറ്റ് ആണ്. എന്താണ്? F1 ആണ്. എന്തായിരിക്കും? എത്ര ഡോമിനന്റ് ജീൻസ് ഉണ്ട്? കൗണ്ട് ചെയ്താൽ 1 2 C 3 അല്ലേ? 3 ഡോമിനന്റ് ജീൻസും 3 റിസസീവ് ജീനും. അപ്പൊ എന്തായിരിക്കും? മെലാനിന്റെ അളവ് എന്തായിരിക്കും? ആവറേജ് ആയിരിക്കും. അവർ നമ്മളെന്താ വിളിച്ച? മുലാറ്റോസ് ആയിരിക്കും. മുലാറ്റോസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇങ്ങനെയുള്ള 2 മുലാറ്റോസിന്റെ വിവാഹം നടന്നുകൊണ്ടിരിക്കട്ടെ. ആവറേജ് കളറേഷൻ ഉള്ള. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെയായിരിക്കും? F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ F2 സ്ഥിതി എന്തായിരിക്കും നമുക്ക് നോക്കാം. മുലാറ്റോസ് ആണ്. മുലാറ്റോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി സ്മോൾ സി ഇൻറ്റു ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി. അങ്ങനെയല്ലേ? സംശയമില്ലല്ലോ? ഇങ്ങനെയുള്ള 2 പേർ വിവാഹിതരായാൽ ഇത് മെയിൽ പാർട്ണർ ഇത് ഫീമെയിൽ പാർട്ണർ ആണെന്നിരിക്കട്ടെ. ഈ മെയിൽ പാർട്ണർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പേംസ് ഏതൊക്കെയാണ്? അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഗമീറ്റ് റെപ്രസെന്റേഷൻ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് അല്ലേ? എങ്ങനെയാ ഇത് നോക്കുക. ബ്രാഞ്ചിങ് പാറ്റേൺ ഓർമ്മയുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഏതാണ്? ക്യാപിറ്റൽ എ സ്മോൾ എ. ഒരു ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്യും. ക്യാപിറ്റൽ എയോടൊപ്പം പോസിബിലിറ്റി ആരൊക്കെയാണ്? ക്യാപിറ്റൽ ബിക്ക് ഉണ്ട്, സ്മോൾ ബിക്ക് ഉണ്ട്. ക്യാപിറ്റൽ ബിയോടൊപ്പം പോസിബിലിറ്റി ആർക്കുണ്ട്? ക്യാപിറ്റൽ സിക്ക് ഉണ്ട്, സ്മോൾ സിക്ക് ഉണ്ട്. This is capital C, this is small c. Here also capital B, small b. Here also capital C, small c. ഇവിടെ ഉണ്ടല്ലേ? ക്യാപിറ്റൽ സി സ്മോൾ സി അല്ലേ? അറിയാവുന്നതല്ലേ ഉള്ളൂ. വേണമെങ്കിൽ താഴോട്ട് എഴുതാം. ഇതേ സംഗതി തന്നെ. ക്യാപിറ്റൽ എ സ്മോൾ എ. ക്യാപിറ്റൽ എ വരുന്ന ഏതാണ്? ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇവിടെ വരുന്ന ഏതാണ്? ക്യാപിറ്റൽ സി സ്മോൾ സി. ഇവിടെ വരുന്ന ഏതാണ്? ക്യാപിറ്റൽ സി സ്മോൾ സി. ഇവിടെ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി ക്യാപിറ്റൽ സി സ്മോൾ സി. ഇത് മൂന്നും കൂടെ ഒരു കോമ്പിനേഷൻ ഏതാണ് വരിക? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി. അടുത്ത പോസിബിലിറ്റി ഏതാണ്? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ സി. അടുത്ത പോസിബിലിറ്റി ഏതാണ്? ക്യാപിറ്റൽ എ സ്മോൾ ബി ക്യാപിറ്റൽ സി. അടുത്ത ഏതാണ്? ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ സി അല്ലേ? ഇവിടെ ഏതായിരുന്നു? സ്മോൾ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി. അടുത്തത് സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ സി.
അടുത്തേതാണ് സ്മോൾ എ സ്മോൾ ബി ക്യാപിറ്റൽ സി. അടുത്തേതാണ് സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി. അപ്പൊ എത്ര ടൈപ്സ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 ടൈപ്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇവിടെ എത്ര heterozygous pairs ഉണ്ട്? This is the first heterozygous pair, this one is the second pair, and this is the third one. So there are 3 different pairs. Gamete representation എങ്ങനെ പറയാ? 2 raised to n. അങ്ങനെയല്ലേ? n represents number of heterozygous pair. 2 raised to 3. 3 pairs അല്ലേ വരിക? That means 2 into 2 into 2. That is equal to 3 ആണ് 8 different types. 8 different types നമുക്ക് കിട്ടി.